വയനാട് പുൽപ്പള്ളിയിൽ വീടിന്റെ പൂട്ട് പൊളിച്ചു മോഷണം. പത്മജ നിവാസ് പ്രതാപചന്ദ്രന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. 19 പവൻ സ്വർണവും 80,500 രൂപയും മോഷണം പോയി. രാത്രി ഒരു 8:40-നും 11:30-ക്കും ഇടയ്ക്ക് ഒരു 19 പവൻ സ്വർണവും ഒരു 80,500 രൂപ. ഞങ്ങൾ താലം ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ വൈഫും മോളുമാണ് ആദ്യം വന്നത്. അപ്പോൾ ഒരു തുറന്ന് ഡ്രസ്സ് മാറാൻ വേണ്ടി മുകളിലാണ് പൊളിച്ചിരിക്കുന്നത്. മുകളിലെ ബാക്ക് ഡോറാണ് പൊളിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടു. അപ്പോൾ ബെഡ്റൂമിലേക്ക് നോക്കിയപ്പോൾ ബെഡ്റൂം ഡോറും പൊളിച്ചിരിക്കുന്നു. ഉള്ളിൽ അലമാരയോട് ചേർന്നിട്ടുള്ള അതിനകത്ത് വെച്ചിരുന്ന ഗോൾഡും പൈസയാണ് പോയത്. സുർജിത്ത് അയ്യപ്പത്തുണ്ട് വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, വീട്ടുകാർ പുറത്തുപോയ സമയത്താണ് മോഷണമെന്ന് മനസ്സിലാക്കുന്നു. എന്തെങ്കിലും സൂചനകൾ പ്രതികളെ സംബന്ധിച്ചുണ്ടോ? ഗോകുൽ, ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. പുൽപ്പള്ളി ടൗണിനടുത്താണ് വീടിന്റെ പൂട്ടുപൊളിച്ച് മോഷണം നടന്നിരിക്കുന്നത്. പത്മജ നിവാസിൽ പ്രതാപചന്ദ്രന്റെ വീടാണ്. 19 പവൻ സ്വർണവും 80,500 രൂപയുമാണ് മോഷണം പോയിട്ടുള്ളത്. വീടിന്റെ പിൻവാതിലിന്റെ പൂട്ടുപൊളിച്ചാണ് മോഷ്ടാക്കൾ വീടിനകത്ത് കയറിയതെന്നാണ് വ്യക്തമാവുന്ന കാര്യം. വീട്ടുകാർ പുൽപ്പള്ളി ഉത്സവത്തിന് പോയ ആ സമയത്തായിരുന്നു മോഷണം. ഇന്നലെ രാത്രി 8:30-ക്കും 11:30-ക്കും ഇടയിലാണ് മോഷണം നടന്നതെന്നാണ് വീട്ടുകാർ പറയുന്നത്. പുൽപ്പള്ളി പോലീസ് സ്ഥലത്തെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും ഉൾപ്പെടെയുള്ളവർ എത്തി പരിശോധന പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ്. മേഖലയിലെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഗൂഗിൾ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.